നമ്മളിവിടെ വന്നിട്ട് 2 ദിവസമായി. എന്ത് കഷ്ടം നോക്കി. ഇനി എത്ര ദിവസം ഇവിടെ തങ്ങേണ്ടി വരുമോ എന്തോ. അതിനെന്താ, പോയിട്ട് വേറെ പണിയൊന്നുമില്ലല്ലോ. എന്ന് കരുതി പ്രേതത്തിന്റെ വായി കയറി കൊടുക്കണോ? ഇന്നലെ വരെ നിന്നെ മാത്രമായിരുന്നു അത് നോട്ടം ഇട്ടത്. ഇന്നിപ്പോ റാമിനും കൂടി പണി കിട്ടി. രാത്രി ആയി കഴിഞ്ഞാൽ ഒപ്പ കയറി വരും. ഇന്ന് രാത്രി കയറി വന്ന് എന്ത് ചെയ്യാൻ പോണോ എന്തോ. കുറച്ചു നേരം മുന്നേ നീ ഇതൊന്നുമല്ലല്ലോ പറഞ്ഞത്. ഇപ്പൊ എന്ത് പറ്റി? അതിനു വേണ്ടി അല്ലടാ കല്ലുടിക്കാന്ന് പറഞ്ഞത്. എന്നാ ഒഴുക്കി. ഒരെണ്ണം അടിച്ചിട്ട് ബാക്കി ഞാൻ പറയാം. അതൊന്ന് ആസ്വദിച്ച് കുടിക്കടാ. ചുമയുടെ മരുന്നൊന്നും അല്ല, ആകെ ഒരു കുപ്പിയേ ഉള്ളൂ. എന്നാ ഒരു പെഗ്ഗുടി. ഒന്ന് പോടാർക്കാ. ഇത് തീർന്നാ പിന്നെ പോയി വാങ്ങാൻ എന്നെ കൊണ്ട് വയ്യ. അവൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാടാ. കുഞ്ഞിലെ മുതൽ ഞങ്ങൾ ഇതുവരെ വിട്ടു പിരിഞ്ഞിട്ട് പോലും ഇല്ല. സംശയം ഉണ്ടെങ്കിൽ അവനോട് ചോദിക്ക്. ദേ വരുന്ന കണ്ടില്ലേ? വാടാ മുത്തേ, വന്നിരിക്ക്. ഇരിക്ക്. ഇനി കണ്ടോ ഡാ, ഞാൻ നിന്റെ ആരാ? എനിക്ക് ദൈവം തന്ന ഫ്രണ്ടാണ്. നീ മുത്താടാ. ഡാ, ഇത് അവനോട് പറഞ്ഞേ. അതേടാ സത്യ, ഇവനെനിക്ക് ദൈവം തന്ന ഫ്രണ്ടാ. കേട്ടല്ലോ അല്ലേ? നിനക്കറിയില്ല. ഒരെണ്ണം അടിക്കടാ. ഇത് അകത്ത് ചെന്നാ എല്ലാം സെറ്റാവും. ഇനി ആ പ്രേതം വരട്ടെ, കാണിച്ചു കൊടുക്കാം. അതെ അതെ, ഒരെണ്ണം എനിക്കൂടി. ഒന്ന് പോയേ പോയെ. നീ ഇത്രയും കടിച്ചാ മതി. എന്നാ മുത്തേ, നീ കുടിക്ക്. കുടി. എന്താ ചിങ്സ് കഴിക്കേ. എടാ അതെ, നിനക്ക് പേടിയൊന്നുമില്ല? പേടിയോ? എനിക്കോ? ഇതടിച്ചിട്ട് പറയാം. വരാൻ പറ. ഞങ്ങള് വിളിച്ചാ വരില്ലടാ, നീ തന്നെ വിളിക്കും. കണ്ടില്ലേ ഒരു ഗുണമില്ലാത്തവനെ. ഇപ്പൊ ശരിയാത്ര. ഹേയ് പ്രേതമേ, I'm coming. Come on. എന്നോട് നിന്റെ കളി ഇപ്പൊ ശരിയാത്ര. എവിടെ? പുറത്തിറങ്ങിയതാ. പേടിച്ച് വിളിച്ചിരിക്ക. ഇതെന്താ ഇമ്മാതിരി ശബ്ദമൊക്കെ വരുന്നത്? എവിടെ? ധൈര്യം മുമ്പിൽ കാണിച്ചു തരാം ഞാൻ. എന്റെ മുമ്പിൽ വരാനുള്ള ധൈര്യം ചൊളിച്ചിരിക്കുക. വിളിക്കാടാ, എനിക്ക് പേടിയൊന്നുമില്ല. എവിടെ പ്രേതം? എവിടെ? വന്നില്ലേ? ഒന്ന് മാറ്. പ്രേതപുത്തേ, ഒരു സൈഡ് എടിയേ, എവിടെ പോയി ഒളിച്ചിരിക്കാടി നീ? ധൈര്യം പുറത്തേക്ക് പാടി. നീ എത്ര ബഹളം വെച്ചാൽ അത് വരാൻ പോകുന്നില്ല. അതെന്താ വരാത്ത? വരില്ല. എന്തുകൊണ്ട് വരില്ലെന്നാ ചോദിച്ചേ? വരില്ല. എന്താ വരാത്തത് പറയടാ. എടാ അത് വരില്ല, അത്ര തന്നെ. അതെന്താ വരാത്തത് എനിക്ക് അറിഞ്ഞേ പറ്റൂ. കാരണം ഇവിടെ പ്രേതമില്ല, അതുകൊണ്ട് തന്നെ. എന്താ പ്രേതം ഇല്ലെന്നാ? അപ്പൊ എന്നും എന്നെ പേടിപ്പിച്ചത് മുമ്പിൽ വന്ന് നിന്നതൊക്കെ? പ്രേതം വേറെ ആരുമല്ല, നമ്മുടെ ഈ ചാരു തന്നെ. ഇവളാ? സത്യായിട്ടും ഉള്ളതാ? വൈ? എന്നോട് എന്തിനാ? സോറി പറയ്. വൈ മീ? അത് പിന്നെ എന്റെ അച്ഛൻ എന്നും വിളിച്ചോണ്ടിരിക്കുക. വേഗം ഇവിടുന്ന് പോവാൻ വേണ്ടിട്ട് അങ്ങനെ ചെയ്ത്. അതിന് എന്നെ മാത്രമേ കിട്ടിയുള്ളൂ, വേറെ ആരും കിട്ടിയില്ലേ? ഉള്ളതില് നീയാ നല്ലവെന്ന് തോന്നിട്ട് അങ്ങനെ ചെയ്ത്. ഓ ഗോഡ്, എന്റെ ഉറക്കം സത്യമായിട്ടും. ഓക്കെ, നീ ആയതുകൊണ്ട് വെറുതെ വിടുന്നു. നീ ആയതുകൊണ്ട് മാത്രം. അല്ലടാ ഇതൊക്കെ. അപ്പൊ നീ കാലത്ത് മലനടിച്ച് വീണത് എങ്ങനെയാ? എന്താന്നറിയില്ലടാ, ഏതോ ഒരു ശക്തി എന്നിവിടെ പിടിച്ചു നിർത്തിയതാ. ദൈവം തന്നെ ആയിരിക്കും. മതിയടാ, അടിച്ചു ഇറങ്ങിപ്പോവും. വരുണേ, വാടാ പോടാ. നിക്കടാ, നമുക്ക് നാളെ രാവിലെ ഇല്ല, ഇനി ഒരാഴ്ച വന്നിട്ടേ പോകുന്നുള്ളൂ. എന്താ ഓക്കെ അല്ലേ? ലെറ്റ്സ് ഗോ. എന്തോന്ന് ജീവിതം അത്. അതെ, എന്തിനാ ഇവിടെ ഈ സ്റ്റാച്ചു പോലെ ഇങ്ങനെ വന്ന് നിൽക്കുന്നേ? ഒരല്പം പോലും മനസ്സോ മനസാക്ഷിയോ കരുണയോ ഒന്നും ഇല്ലേ നിനക്ക്? കണ്ടില്ലേ, ഒരു പാവം പയ്യനോട് വീണ് കിടക്കുമ്പോ
അവനെ ഒന്ന് എഴുന്നേപ്പിക്കാനുള്ള കരുണയെങ്കിലും കാണിച്ചൂടെ? ശ്ശെ. അയ്യോ, ഇനി എപ്പോഴാ നീ ഒന്ന് മനസ്സിലാക്ക? ഇത്രയും തവണയായിട്ട് വീണത് നിനക്ക് വേണ്ടിയാ. എവിടെന്ന് ഈ ലവും കാര്യമൊക്കെ നമുക്ക് സെറ്റാകാൻ പോകുന്നില്ല. എന്തിന് ഈ ആവശ്യമില്ലാത്ത പരിപാടി നമുക്ക് വേണ്ട. എന്തോന്ന് ജീവിതം അത്. റിസ്ക് എടുത്ത് കല്യാണം നടത്തി കൊടുക്കുന്ന പോലെ അത്ര ഈസി. മണ്ടൻ. കൺട്രോൾ ചെയ്യേണ്ടതൊക്കെ. എന്റെ ക്യാരക്ടറിന് ഈ പ്രേമം മണ്ണാങ്കട്ടി ഒന്നും വേണ്ട. എന്റെ ഈശ്വര, എന്തോന്ന് മുതലാണിത്. No, 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 no. നമസ്കാരം ചേട്ടാ. എന്താടാ? നമസ്കാരം. എല്ലാം ഓക്കെ അല്ലേ? എല്ലാം ഓക്കെ. നീ അവരൊക്കെ ഒന്ന് വിളിക്ക്. അല്ല, ഇത്ര തിരക്ക് പിടിക്കണ എന്തിനാ? പൊട്ടം കളിക്കാതെ മര്യാദയ്ക്ക് അവരൊക്കെ ഒന്ന് വിളിക്കാൻ നോക്ക്. അവര് വന്നോളൂ, വെയിറ്റ് ചെയ്യ്. എന്താ പോണേ, ഇന്നേക്ക് വല്ല പുതിയ എപ്പിസോഡ് എന്തെങ്കിലും ഉണ്ടോ? എന്തോ നാടാ ഇത്? നിങ്ങൾക്ക് എന്റെ ഫ്രണ്ട്സ് അല്ലേ? ഫ്രണ്ട്സ് തന്നെയാ. ഫ്രണ്ട്സ് ആയതുകൊണ്ടാ പുതിയ എപ്പിസോഡ് എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചത്. നിന്നെ നിന്റെ കാമുകയെ സമ്മതിച്ച്. അയ്യോ, എന്റെ പൊന്നു സുഹൃത്തുക്കളെ മനസ്സിലായി. ഒന്ന് ക്ഷമിക്ക്. ദയവേദല അവരോടൊന്ന് വരാൻ പറ. വിളിച്ച് വരുത്തല്ലാത്തിനെ. അതേ വരുന്നു. പ്രേമം പ്രിയ എവിടെ? അവരെ കാണുന്നില്ലല്ലോ. നീ ശരിക്കും നോക്കിയോ? നോക്കാതെ വന്നിങ്ങനെ പറയോ? വരും, നീ ഒന്ന് പോയി നോക്കി. പോയി നോക്കടാ. പോയിട്ട് വേഗം വരാൻ പറ. വിശന്ന് ചാവുന്നു. അന്വേഷിക്കാൻ പോയതിനെ കാണുന്നില്ലല്ലോ. അവരവിടെ ഒന്നും കാണുന്നില്ല. കാണുന്നില്ലേ? പിന്നെ എവിടെ പോയതാ? പോണെന്ന് പറഞ്ഞതല്ലേ? നീ ഒന്ന് മുകളിൽ പോയി നോക്കി. നീ ഈ താഴത്ത് ഒന്നുകൂടി ഒന്ന് നോക്ക്. ഞാനൊന്ന് നോക്കട്ടെ. ചെല്. പ്രിയ, പ്രേം, പ്രിയ, പ്രിയ, പ്രേം, പ്രിയ, പ്രേം, പ്രിയ, പ്രേം, പ്രേം, പ്രിയ, പ്രേം, പ്രിയ, പ്രിയ, പ്രേം. എന്നാലും എവിടെ പോയി? പ്രിയ, പ്രേം, പ്രേം, പ്രിയ, പ്രിയ, പ്രേം, പ്രേം, എവിടെയാണ്? പ്രേം, പ്രിയ, എല്ലായിടത്തും നോക്കിയാ? ഇവിടെയെങ്കിലും ഇല്ലടാ. നീയോ? രാമ എവിടെയും കാണുന്നില്ല. ഒരു മുറിയിലും കാണുന്നില്ല. എന്താടാ? അവിടെ ഒന്നും കാണുന്നില്ല. അകത്തുമില്ല, പുറത്തുമില്ല. പിന്നെ എവിടെ പോയതായിരിക്കും? ഇനിയിപ്പോ എന്താണാവോ പുതിയ ടെസ്റ്റ്? ദേ, ഉള്ള കാര്യം പറ. അവരെവിടെ നിനക്കറിയില്ലേ? എടാ, എനിക്ക് എങ്ങനെ അറിയാനാ? അന്ന് ഞാൻ പോവാന്ന് പറഞ്ഞപ്പോ പോരുന്നെങ്കിൽ ഇതുപോലെ നടക്കുമായിരുന്നോ? നിന്റെ കാര്യം നടക്കാൻ വേണ്ടി ഇവിടെയുള്ള ബാക്കി എല്ലാവരും നീ ബുദ്ധിമുട്ടിക്കല്ലേ? എല്ലാം നീ കാരണം. ഇതൊക്കെ നീ കാരണം നടന്നേ. ഛേ. എടാ വിക്കി, സെക്കൻഡ് ബൈ സെക്കൻഡ് മാറിക്കൊണ്ടിരിക്കുന്നതാണ് ഈ ജീവിതം എന്ന് പറയുന്നത്. ഓരോ സെക്കൻഡ് നമ്മൾ എൻജോയ് ചെയ്യണം, റിസ്ക് ഫേസ് ചെയ്യണം. പക്ഷെ പേടിച്ചു കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ നിന്റെ ലൈഫിന് എൻഡ് കാർഡ് വീണിരിക്കും. നീ ടെൻഷൻ ആവാതെ. അവർ മിക്കവാറും അവരുടെ വീട്ടിലേക്ക് തന്നെ പോയതായിരിക്കും. നീ ഒന്ന് വിളിച്ചു നോക്കിയേ. ഫോൺ ചെയ്തടാ, സ്വിച്ച് ഓഫ് ആണ്. എടാ, നമ്മൾ ഇവിടെയൊക്കെ അന്വേഷിച്ച് നോക്കിയതല്ലേ? ഇവിടെ വന്നിട്ട് കാര്യമില്ല. ഇനി പുറത്ത് പോയി അന്വേഷിച്ച് നോക്കാം. ശരി, വാ. ഇങ്ങനെ എല്ലാരും മിണ്ടാതിന്റെ എന്താ കാര്യം? എന്താ ചെയ്യാന്ന് പറ. അത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ആലോചിക്ക്. ഈ വർഷം മുഴുവൻ കുത്തിരുന്ന് ആലോചിക്ക്. എന്നാലും ആ രണ്ടെണ്ണം കൂടുതൽ എവിടെ പോയതായിരിക്കും? ആദ്യം നമുക്ക് പ്രിയയുടെ വീട്ടിൽ പോയി നോക്കാം. പ്രിയയുടെ വീട്ടിലേക്കോ? എടാ, അവളുടെ അച്ഛന്റെ കയ്യിലങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ വെട്ടിക്കൂട്ടി പീസി പീസാക്കി പട്ടി കിട്ടി കൊടുക്കും. അത്രയ്ക്ക് പ്രശ്നമൊന്നുമില്ലടാ.
വേറെ നമ്മൾ എന്താ ചെയ്യാന്ന് പറയും. ആദ്യം ഇവിടുന്ന് പോവാം, അതിന് ശേഷം ആലോചിക്കാം.